ഹായ് ഓൾ, അമിനാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽക്കപ്പയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പാൽക്കപ്പ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആവശ്യത്തിന് കപ്പ എടുത്ത് കപ്പൊക്കെ കൊത്തി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക. തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കുക. ഒരു 85% വരെ കപ്പ വേവിച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ കപ്പയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കപ്പയൊക്കെ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. മുഴുവനായിട്ട് വേവണ്ട, നമ്മൾ തേങ്ങാപ്പാലിൽ കിടന്നും കപ്പ വേവായി വരണം. അതുകൊണ്ട് ഈ ഒരു വേവാകുമ്പോൾ നമുക്ക് ഇതിൽ വെള്ളം വാർത്തെടുക്കുക. ഇതിൽ വെള്ളം നമുക്ക് ആവശ്യമില്ല, അപ്പോൾ വെള്ളം വാർത്തെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 8 ചെറിയുള്ളി, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളിൻ്റെ അല്ലിയും കൂടെ ചതച്ചെടുക്കുക. ഇനി നമുക്ക് ഈ കപ്പൊക്കെ വേറൊരു കടായിലേക്ക് മാറ്റി ആ ചതച്ചെടുത്ത മിക്സ് ഇതിലേക്ക് ചേർക്കുക. കൂടെ തന്നെ നമ്മൾ തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. 1-ാം പാല് 2-ാം പാലാക്കി ഒന്നും തിരിക്കേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ ഒരു തേങ്ങാപ്പാൽ തയ്യാറാക്കി മുതൽ കുറച്ച് ഇതിലേക്ക് ചേർത്തെടുക്കുക. ഒരു കപ്പ് ഒന്ന് മാറ്റി വെക്കുക. നമുക്ക് ലാസ്റ്റ് കുക്കായ ശേഷം ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ. ഇനി തേങ്ങാപ്പാലിൽ കിടന്ന് നമ്മൾ കപ്പ നന്നായി കുക്കായി വരട്ടെ. കപ്പ കുക്കായി ഉടഞ്ഞു പോകണമെന്നൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം വേവാൻ കൂടി വേണം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ വെള്ളം വാർത്ത് കളഞ്ഞതുകൊണ്ട് ഉപ്പ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ കപ്പ ഇവിടെ തേങ്ങാപ്പാലിൽ കിടന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി വലിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. നമ്മൾ തേങ്ങാപ്പാലിൽ ബാക്കി വെച്ച പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ തേങ്ങാപ്പാൽ ചേർത്ത ശേഷം നന്നായി തിളച്ച് വരേണ്ട ആവശ്യമില്ല. ഒന്ന് തിള വരുമ്പോഴേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതിലേക്ക് ചെറിയൊരു താളിപ്പും കൂടി ചേർക്കാണ്ട് ആ താളിപ്പും കൂടി ചേർത്താൽ നമ്മളെ ടേസ്റ്റ് ആയിട്ടുള്ള പാൽക്കപ്പ ഇവിടെ റെഡിയാവും. ഈ താളിപ്പിലേക്ക് എന്തൊക്കെ ആവശ്യമെന്ന് നമുക്ക് നോക്കാം. ഒരു പാന് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 5-6 ചെറിയുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ചെറിയുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ആവശ്യമായ വറ്റൽമുളക്, കറിവേപ്പില എന്നും കൂടി ചേർത്ത് നമ്മുടെ താളിപ്പ് ഇവിടെ റെഡിയായി. ഈ താളിപ്പ് നമുക്കിനി നമ്മളെ പാൽക്കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ പാൽക്കപ്പ ബീഫിൻ്റെ കൂടെയും മീൻ മുളകിട്ടിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ കൂട്ടി കഴിക്കാൻ. നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം കേട്ടോ.